ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ജിയോൻ്റെ ഒരു പുതിയ API ആയിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ജിയോ നല്ല ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ജിയോൻ്റെ API ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ VAൻ്റെ API നല്ല ഡൗൺ ആയിട്ട് കിടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുറകെ തന്നെ നമ്മൾ VAൻ്റെ API ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇത് നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സിൻ്റെ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ ആ ഒരു സെറ്റിങ്സ് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജിയോൻ്റെ സിം 1-ലാണോ 2-ലാണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ സിം ഇവിടെ 1-ലാണ്, അതായത് സിം 1-ലാണ് എൻ്റെ ജിയോ സിം കിടക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ സിം 1 സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണാനായിട്ട് പറ്റും ആക്സസ് പോയിൻറ്റ് നെയിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതെല്ലാവരും ഫോണിൽ ഉണ്ടാകുന്ന ഒരു ഓപ്ഷനാണ്. അതിൽ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ ഇവിടെ ആക്സസ് പോയിൻറ്റ് നെയിംസ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജിയോൻ്റെ ഒരു ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു API ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. നമ്മളൊരു പുതിയ API ഉണ്ടാക്കിയ ശേഷം അതിലാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ പുതിയ API ഉണ്ടാക്കാനായിട്ട് ചിലരുടെ ഫോണിൽ മുകളിലായിട്ട് 3 ഡോട്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ന്യൂ API എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇനി എൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് ന്യൂ API എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ കൊടുക്കേണ്ട നെയിമാണ്. അപ്പോൾ നെയിം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജിയോ എന്നാണ് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ജിയോൻ്റെ J നമ്മൾ ക്യാപിറ്റലായിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു സ്പേസ് ഇടുക. അതിനുശേഷം ഗിഗാനെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഗിഗാനെറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ മാക്സ് എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് M നമ്മൾ ക്യാപിറ്റലായിട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നെയിം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ താഴെയുള്ള ഈ API എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജിയോ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇൻ്റർനെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഏതാണ് നമ്മുടെ API എന്ന് പറയുന്നത്. ഇതാണ് ഈ ഒരു APIയിൽ നമ്മൾ മെയിനായിട്ട് ചേഞ്ച് വരുത്തേണ്ട ഒരു ഓപ്ഷനാണ് ഈ API എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്പീഡ് ബോട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഫുള്ള് നമ്മൾ സ്മോൾ ലെറ്റർ ആയിട്ടാണോ നമ്മൾ യൂസർ നെയിം ടൈപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം സ്പീഡ് ബോട്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അത് നമ്മൾ സ്പേസ് ഇല്ലാതെ വേണം സ്പീഡ് ബോട്ട് എന്ന് ടൈപ്പ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഒരു ഡോട്ട് ടൈപ്പ് ചെയ്ത ശേഷം ഗിഗാനെറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഗിഗാനെറ്റ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫുള്ള് സ്മോൾ ലെറ്റർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെർവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ www.jio.com എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓതൻറ്റിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ PAP ഓർ CHAP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് ലാസ്റ്റത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഈ PAP ഓർ CHAP എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിലൊന്ന് ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ API ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ നേരെ താഴെയുള്ള ഈ API ടൈപ്പ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ API എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ API എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഫുള്ള് നമ്മൾ ക്യാപിറ്റലായിട്ട് വേണം ടൈപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ API എന്ന് അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ API എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ താഴെയുള്ള ഈ API പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ IP4 ആൻഡ് IP6 എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആ ലാസ്റ്റ് ഓപ്ഷൻ വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ API റോമിംഗ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നേരെ താഴെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതും നമ്മൾ ഇതുപോലെ തന്നെ IP4ഉം IP6 എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് ചേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ അതിനുശേഷം കുറച്ച് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബേരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിലേക്കും ടിക്ക് മാർക്ക് ഉണ്ടാവുക. അതൊന്ന് അൺടിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ LTE എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ടിക്ക് ചെയ്ത ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു APIയിൽ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്. ഇനി എങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ചിലരുടെ ഫോണിൽ മുകളിലായിട്ട് 3 ഡോട്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് എന്നുണ്ടാവും. ഇനി എൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്നുണ്ട്. അപ്പോൾ ഞാൻ സേവ് കൊടുക്കുകയാണ്.
സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ജിയോ ഗിഗാനെറ്റ് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള API ഇവിടെ താഴെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആയിക്കോളും. അപ്പോൾ നമ്മൾ API സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോഴേ ആ ഒരു API കറക്റ്റായിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഗെയിം കളിക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെയിമിംഗ് API എന്ന് പറഞ്ഞിട്ട് തന്നെ വേറെ തന്നെ ഒരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗെയിമിംഗ് APIൻ്റെ ഒരു പ്ലേലിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.